എടപ്പാളിലെ ഗവൺമെന്റ് ITI അടുത്ത അധ്യയന വർഷത്തോടെ യാഥാർത്ഥ്യമാകുമെന്ന് KT ജലീൽ MLA പറഞ്ഞു. പൊന്നാനി താലൂക്കിൽ രണ്ടാമത്തെ സർക്കാർ ITI എടപ്പാളിൽ അടുത്ത അധ്യയന വർഷം മുതൽ ആരംഭിക്കുമെന്ന് ഡോക്ടർ KT ജലീൽ MLA പറഞ്ഞു. ITI ആരംഭിക്കാൻ ഉദ്ദേശിക്കുന്ന താൽക്കാലിക കെട്ടിടവും സ്ഥലവും സന്ദർശിച്ച ശേഷം മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു MLA. ആദ്യഘട്ടത്തിൽ 3 ക്ലാസ് മുറികളും 1 ഓഫീസും 3 വർക്ക്ഷോപ്പുകളുമാണ് ഉണ്ടാവുക എന്ന് അദ്ദേഹം പറഞ്ഞു. അടുത്ത അധ്യയന വർഷം ആരംഭിക്കുന്ന ഗവൺമെൻറ് ITI ഇവിടെയാണ് താൽക്കാലികമായിട്ട് തുടങ്ങുന്നത്. ഈ കെട്ടിടത്തിൽ നമ്മൾ ആരംഭിച്ച് സ്വന്തമായിട്ട് സ്ഥലവും പുതിയ കെട്ടിടവും ഒക്കെ പിന്നീട് നിർമ്മിക്കും. അപ്പോൾ അതിനുവേണ്ടി അത് നോക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങളെല്ലാവരും ഇവിടെ വന്നത്. 3 ക്ലാസ് റൂമുകൾ, 1 ഓഫീസ് റൂം, 3 വർക്ക്ഷോപ്പ്, അതാണ് ITIയുടെ ഭാഗമായിട്ട് ഇവിടെ വരുന്നത്. ഒരു ഗവൺമെൻറ് ITI ഈ താലൂക്കിൽ രണ്ടാമത്തേതായിട്ടാണ് വരാൻ വേണ്ടി പോകുന്നത്. ആദ്യത്തെ ഗവൺമെൻറ് ITI മാറഞ്ചേരിയിൽ ഇതിനകം വന്നു കഴിഞ്ഞു. രണ്ടാമത്തെ ഗവൺമെൻറ് ITI ആണ് എടപ്പാളിൽ യാഥാർത്ഥ്യമാകുന്നത്. മലപ്പുറം ജില്ലയിൽ ഗവൺമെൻറ് ITIകൾ പൊതുവെ കുറവാണ്. മങ്കടയിലൊരു ഗവൺമെൻറ് ITI, അതുപോലെ തന്നെ അരീക്കോട് ഗവൺമെൻറ് ITI, ചെറിയമുണ്ടത്ത് പഴയ കുറ്റിപ്പുറം മണ്ഡലത്തിലൊരു ഗവൺമെൻറ് ITI, മാറഞ്ചേരിയിൽ ഒരു ഗവൺമെൻറ് ITI, നിലമ്പൂരിൽ SC/ST വിഭാഗത്തിനായിട്ടുള്ള ഒരു ഗവൺമെൻറ് ITI, ഇങ്ങനെ ഏതാനും ITIകൾ മാത്രമേ ഉള്ളൂ. ആ ഒരു പട്ടികയിലേക്ക് എടപ്പാട് കൂടി കടന്നു വരികയാണ്. ഇത് നമ്മളുടെ വലിയ പരിശ്രമത്തിൻ്റെയും ഇടപെടലിൻ്റെയും ഫലമായിട്ടാണ് സർക്കാർ അനുവദിച്ച് തന്നത്. സർക്കാരിന് പ്രത്യേകമായിട്ടുള്ള നന്ദി ആ കാര്യത്തിൽ രേഖപ്പെടുത്തുന്നു. പ്രത്യേകിച്ച് ധനകാര്യ വകുപ്പ് മന്ത്രി, പൊതുവിദ്യാഭ്യാസ ലേബർ വകുപ്പുകളുടെ ചുമതല വഹിക്കുന്ന ശിവൻകുട്ടി, ഇവർക്കൊക്കെ തന്നെ നമ്മളുടെ അഭ്യർത്ഥനയെ മുഖവിലക്കെടുത്തുകൊണ്ട് ഈ ഗവൺമെൻറ് ITI തവനൂർ നിയോജക മണ്ഡലത്തിൽ ആരംഭിക്കാൻ അവസരമൊരുക്കിയ രണ്ടാം പിണറായി സർക്കാരിനോട് പ്രത്യേകമായിട്ടുള്ള നന്ദി ഈ സന്ദർഭത്തിൽ രേഖപ്പെടുത്തുന്നു.